ഹേയ് ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ഒരു തോരനാണ് കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാം. ആദ്യം തന്നെ ഇവിടെ ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 10-25 ചക്കക്കുരു വെള്ള കളർ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞതാണ്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതാ നമ്മൾ 1 സ്പൂണോളം മുളക് പൊടി, എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ ചക്കക്കുരു ഒന്ന് വെന്ത് വരാനായിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഉടഞ്ഞു പോകാൻ പാടില്ല, എന്നാലും നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരുപാട് ഉടഞ്ഞ് കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ. 1 ഫിസിൽ മതിയായിരിക്കും, ഏകദേശം 1 ഫിസിൽ മതി. അത് കഴിഞ്ഞ് എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുറന്നെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ചക്കക്കുരുവൊക്കെ വേവിക്കാൻ എടുത്ത് വെച്ച് കൊടുക്കുക. അത് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മുരിങ്ങയില ഒന്ന് ഒരുക്കിയെടുക്കണം. ഞാൻ ഇവിടെ മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മുരിങ്ങയില മതി കേട്ടോ നമ്മുടെ ഈ തോരന്. ഇതൊന്ന് അരിഞ്ഞൊന്നും എടുക്കുന്നില്ല കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ തണ്ടിൻ്റെ അകത്തൊന്ന് ഈ ഇല മാത്രമായിട്ടൊന്ന് ഊരിയെടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ നമ്മുടെ ചക്കക്കുരു മസാല ഇട്ടത് അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു അളവാകുമ്പോഴത്തേക്ക് നമുക്ക് അത് എടുക്കാം. ഇതുപോലെ അതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറുജീരകമാണ്. ചെറുജീരകം ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കടുകും ജീരകവും നന്നായിട്ട് കിടന്ന് പൊട്ടുന്നുണ്ട്. അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയൊരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ അല്ലിയാണെങ്കിൽ 2 അല്ലി ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. ഒരുപാട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ പാടില്ല. അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളി ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് നമുക്ക് 1-2 അല്ലി ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ നമ്മൾ കടുകൊക്കെ താളിക്കാനായിട്ട് അരിഞ്ഞെടുക്കുകയല്ലേ, ആ ഒരു രീതിക്ക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. പിന്നെ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാവേ. ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ കൂടിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇനി ഒന്നും നോക്കണ്ട. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് വെളുത്തുള്ളിയുടെ. ആ സമയത്ത് നമുക്ക് 1 പിടി തേങ്ങ ചിരണ്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഈ തോരന് നമ്മൾ ഒരുപാട് തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു 3 സ്പൂൺ അല്ലെ 4 സ്പൂൺ തേങ്ങയേ ഇതുള്ളൂ, അത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഊരിയെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ് കേട്ടോ. നമ്മൾ അരിഞ്ഞൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അരിഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ കിടക്കട്ടെന്ന് ഓർത്ത് അരിഞ്ഞൊന്നും കൊടുത്തില്ല കേട്ടോ. ഈ മുരിങ്ങയിലയുടെ കാര്യം പറയുവാണെങ്കിൽ ഇനിയിപ്പോൾ കർക്കിടക മാസം തുടങ്ങാൻ പോവല്ലേ. അപ്പം മുരിങ്ങയില ഉള്ളതൊക്കെ പിച്ചി ഇതുപോലെ എല്ലാവരും തോരനൊക്കെ വെച്ച് കഴിക്കുക. കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മുരിങ്ങയില പറിച്ച് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പം ഉള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വെറൈറ്റി തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ മുരിങ്ങയിലയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കഴിപ്പിക്കുക. ചില കുട്ടികൾക്കൊന്നും മുരിങ്ങയില അത്ര പിടിയില്ല.
ഇഷ്ടമല്ല ചില കുട്ടികൾക്കൊക്കെ. ചീര കഴിക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവരുണ്ട്. വൈറ്റമിൻസിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ് ഈ മുരിങ്ങയില. അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയിലയും ചക്കക്കുരുവും ഒക്കെ കുഞ്ഞുങ്ങളെ കഴിപ്പിക്കണം കേട്ടോ. ഈ ഫ്ലാറ്റിലും സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്ക് ചക്കയൊന്നും കിട്ടാറില്ല. അപ്പം അവരൊക്കെ ഈ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ ഒന്നും ഇവർക്കൊന്നും അറിയത്തില്ല. അപ്പം അടുത്തൊക്കെ ഉള്ളവർ, നാട്ടിൻപുറത്തൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടി ഈ ചക്കക്കുരു ഒക്കെ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള വീഡിയോസൊക്കെ അവർക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ചീരയൊക്കെ നന്നായിട്ടൊന്ന് വാടി വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കുക. കാരണം നമ്മൾ ചക്കക്കുരു വേവിച്ചെടുത്തപ്പം ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, കറക്റ്റായിരുന്നു കേട്ടോ ഉപ്പ്. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നതേ ഉള്ളേ. സാധാരണ നമ്മൾ ചീരയും ചക്കക്കുരുവും ഒക്കെ നമ്മൾ തോരൻ വെക്കാറുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയിലയും ചക്കക്കുരുവും ഒക്കെ തോരൻ വെക്കാറുണ്ട്. ഇതുപോലെ മസാലയിട്ടൊക്കെ തോരൻ വെക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ തോരൻ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കുന്ന ഈ രീതിക്കാണെങ്കിൽ നിങ്ങളൊന്ന് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ മുരിങ്ങയില ഒന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് വെന്ത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇനിയാണ് ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ ഈ വെന്ത് വന്നിരിക്കുന്ന ഈ തോരൻ്റെ അകത്തോട്ട് നടുക്കൊരു കുഴി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന 2 മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ 2 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ടയൊക്കെ നന്നായിട്ട് തിളച്ചങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വേകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെപ്പർ പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഫ്രഷ് കുരുമുളക് പൊടിയാണ് കേട്ടോ. അത് ഇതിലേക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഒരു 80% നമുക്ക് ഈ മുട്ട തനിയെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് ഈ ചക്കക്കുരുവിലും ചീരയിലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു തോരനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നേക്കരുത്. നമ്മൾ ഇതുപോലെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഉളുമ്പ് ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മുരിങ്ങയിലയും ചക്കക്കുരുവും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം കൂടി നമുക്ക് ഈ മുട്ടയും ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് കുത്തി ഇളക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ലതാണ്. അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി ഒരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ രാവിലെ കുട്ടികൾക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തോരനൊക്കെ കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം ഓടി വരുന്നവരെ ടാറ്റ ബൈ സീ.